കോട്ടയം ഗാന്ധിനഗർ സർക്കാർ നഴ്സിംഗ് കോളേജിലെ അതിക്രൂരമായ റാഗിംഗ് പീഡന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നതോടെ സംഭവത്തിൽ പ്രതിഷേധം കത്തിക്കാളുകയാണ്. വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തെളിവെടുപ്പിനും അന്വേഷണത്തിനുമായി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കണ്ണൂർ കൊളവല്ലൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ റാഗിംഗ് പരാതിയിലും 5 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. ആവർത്തിക്കുന്ന റാഗിംഗ് സംഭവങ്ങളിൽ ഭരണ പ്രതിപക്ഷ വാക്പോരും തുടരുകയാണ്. കോട്ടയം ഗാന്ധിനഗർ സർക്കാർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് പീഡനത്തെ കത്തിക്കാളുന്ന വിദ്യാർത്ഥി പ്രതിഷേധവും പോലീസ് അന്വേഷണവും പുരോഗമിക്കുകയാണ്. കൂടുതൽ പ്രതികളും ഇരകളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇതിനായി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കോളേജ് അധികൃതരുടെയും കൂടുതൽ മൊഴികൾ ശേഖരിക്കും. 5 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധവും സജീവമായി. ABVP പ്രവർത്തകർ ക്യാമ്പസ് കോമ്പൗണ്ടിൽ കയറി പ്രതിഷേധിച്ചു. കനത്ത പോലീസ് കാവലുള്ള ക്യാമ്പസിലേക്ക് പ്രവർത്തകർ പോലീസ് അറിയാതെ കടക്കുകയായിരുന്നു. പിന്നാലെ KSU പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി. പിന്നാലെ SFIയുടെ പ്രതിഷേധവും ക്യാമ്പസിലേക്കെത്തി. കോട്ടയത്തെ റാഗിംഗ് സംഭവവുമായി ബന്ധപ്പെടുത്തി SFIയെ പൊതുസമൂഹത്തിൽ താറടിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി PM മാർഷോ പറഞ്ഞു. SFIക്കാരനെന്നാരോപിക്കുന്ന പ്രതി രാഹുൽ രാജ് SFIയുടെ 2 രൂപ അംഗത്വം പോലും ഇല്ലാത്തയാളാണ്. ഞങ്ങൾക്ക് 16 ലക്ഷത്തിന് മുകളിൽ അംഗങ്ങൾ കേരളത്തിലുണ്ട്. 2 രൂപ മെമ്പർഷിപ്പാണ് SFIയുടെ മെമ്പർഷിപ്പ്. ആ 2 രൂപ അംഗത്വത്തിൽ പോലും ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെ സൂചിപ്പിച്ചിട്ടുള്ള പ്രതി. SFIക്ക് അങ്ങനെ ഒരു അംഗമേ ഇല്ല. മറ്റൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, മറ്റൊരു സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള ഒരാൾ, അയാളെ SFIയുടെ ചുമലിൽ നിങ്ങൾ കൊണ്ടുവന്നിടേണ്ടതില്ല. ഇതിനിടെ ഇന്നലെ പുറത്തുവന്ന കണ്ണൂർ കൊളവല്ലൂർ PR മെമ്മോറിയൽ സ്കൂളിൽ +1 വിദ്യാർത്ഥിയെ റാഗിങ്ങിനിരയാക്കിയെന്ന പരാതിയിൽ കൊളവല്ലൂർ പോലീസ് കേസെടുത്തു. +2 വിദ്യാർത്ഥികളായ 5 പേർക്കെതിരെയാണ് കേസ്. സീനിയർ വിദ്യാർത്ഥികളെ ബഹുമാനിക്കുന്നില്ല, +2 വിദ്യാർത്ഥികൾ നിർദ്ദേശിച്ച പോലെ വസ്ത്രം ധരിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി. മർദ്ദനമേറ്റ കുട്ടിയുടെ ഇടത് കൈയിലെ 2 എല്ലുകൾക്ക് പൊട്ടലുണ്ട്. തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. പൂക്കോട് വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച സ്വജനപക്ഷപാതമാണ് റാഗിംഗ് സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എനിക്ക് ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയോടും പറയാനുള്ളത്, ഇതുപോലുള്ള പ്രതികളെ സംരക്ഷിക്കാൻ ഇറങ്ങരുത്. പൂക്കോടുണ്ടായ സംഭവത്തിൽ സർക്കാർ എടുത്ത ഈ സ്വജനപക്ഷപാതമാണ്. ഇതുപോലുള്ള അപകടങ്ങൾ കർശനമായ നടപടികൾ സ്വീകരിച്ച്, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ പല സ്ഥലത്തും ഇത് ആവർത്തിക്കപ്പെടും. കാപ്പ കേസ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച ആരോഗ്യമന്ത്രി റാഗിംഗ് കേസിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പ്രതിപക്ഷത്തിന്റെ പരിഹാസം. ആരോഗ്യമന്ത്രി മാലയിട്ട് സ്വീകരിച്ചത് കാപ്പ കേസിലെ പ്രതിയാണ്. അയാളെ വീണ്ടും കാപ്പ കേസിൽ 1 കൊല്ലത്തേക്ക് പോലീസ് നാടുകടത്തിയിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ അറിയപ്പെടുന്ന ക്രിമിനലിനെ മാലയിട്ട് സ്വീകരിച്ച ആളാണ് ആരോഗ്യമന്ത്രി. പിന്നെ എങ്ങനെയത്? രാഷ്ട്രീയത്തിനതീതമായി സമൂഹം എതിർക്കേണ്ട അതിക്രൂരവും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതുമായ പ്രവൃത്തിയാണ് കോട്ടയത്ത് നടന്നതെന്ന് മന്ത്രി വീണ ജോർജ്. ഇതിൽ കേരളം ഒരുമിച്ചാണ്. ഇത് സംബന്ധിച്ച് തെറ്റ് ആര് ചെയ്താലും ആ തെറ്റായി തന്നെ കാണുകയുള്ളൂ. അത് ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ കാണില്ല. അത് തെറ്റ് തന്നെയാണ്. അത് ക്രൂരമല്ല, അതിക്രൂരവും അതിൻ്റെ അപ്പുറത്തേമായിട്ടുള്ള പ്രവൃത്തിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ നടപടി ഉണ്ടാവും. പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തിന് മന്ത്രിയുടെ മറുപടി. പ്രതിപക്ഷ നേതാവ് അങ്ങനെയല്ലേ പറയുള്ളൂ. അദ്ദേഹം മറിച്ച് പറയുമെന്ന് നമുക്കിപ്പോൾ കരുതാൻ വയ്യല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കേരളത്തിന് ഒരു മനസ്സാണ്. കരുണ ഉണ്ടാകേണ്ട ആരോഗ്യ മേഖലയിൽ റാഗിംഗ് ഉണ്ടാകുന്നത് ഞെട്ടലോടെയെ കാണാൻ കഴിയൂ എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. സ്വാഭാവികമായിട്ടും കരുണയും അനുകമ്പയും ഒക്കെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ആരോഗ്യ മേഖലയിൽ വളർന്നു വരുന്ന
പഠിതാക്കളാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ഞെട്ടലോടുകൂടി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ കോളേജ് ഹോസ്റ്റൽ അധികൃതർക്ക് സംഭവത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കണ്ണൂർ സംഭവത്തിൽ റാഗിംഗ് നടത്തിയ 5 +2 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തതിനു പുറമെ 3 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാൻ PTA തീരുമാനിച്ചു. മറ്റ് 2 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. റാഗിംഗ് നടത്തിയവർക്ക് പരീക്ഷയും എഴുതാനാകില്ല. ന്യൂസ് മലയാളം, കോട്ടയം, കണ്ണൂർ.